റോസ് സ്റ്റഡി വ്ലോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹരിതം ക്വിസിൻ്റെ 24 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ. നേരെ വീഡിയോയിലേക്ക് പോകാം. പുതുതായി ഭൗമസൂചിക പദവി ലഭിച്ച കർച്ചോള എന്ന പരമ്പരാഗത കൈത്തറി ഇനം ഏത് സംസ്ഥാനത്തേതാണ്? ഗുജറാത്ത്. ഏത് ഉൽപ്പന്ന മേഖലയുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം? മുട്ട. മരുന്നുകളെ കൊണ്ട് പ്രതിരോധിക്കാനാവാത്ത വിധം ശക്തി പ്രാപിച്ച ബാക്ടീരിയകളെ പൊതുവെ വിളിക്കുന്ന പേര് സൂപ്പർ ബഗ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹൗവ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം, കോവളം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. ലക്ഷദ്വീപിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം? ട്യൂണ. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് ഒഴുകുന്ന നദി? കോങ്കോ. ഗവി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. ഇന്ത്യയിലെ കാലാവസ്ഥാ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ PR പിഷാരടി. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതി 60,000 കോടി കടന്നിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഏത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്? ശീതീകരിച്ച ചെമ്മീനാണ് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ 2/3 ഭാഗവും. 1980കളിൽ ഇസ്രായേലിലെ ജൂഡിയൻ മരുഭൂമിയിലെ ഒരു ഗുഹയിൽ നിന്നും ലഭിച്ച വിത്തിനെപ്പറ്റി ലോകം അറിയുന്നത് 2024 അവസാനമാണ്. ഈ ചെടിക്ക് ശാസ്ത്രജ്ഞന്മാർ എന്താണ് പേര് നൽകിയത്? DNA പരിശോധനയിലൂടെ ബൈബിളിൽ പരാമർശിക്കുന്ന ഏത് സസ്യത്തിൻ്റെ ഉറവിടമായിരുന്നു എന്നാണ് സൂചന. ചെടിക്ക് ഷീബ എന്ന് പേരിട്ടു. ബാം ഓഫ് ഗിലെയാദ് എന്ന പേരിൽ പരാമർശിക്കുന്ന മരക്കറയുടെ ഉറവിടം? കോമിഫോറ എന്ന ജനുസിൽപ്പെട്ട സസ്യമാണിത്. കന്നുകാലി വളർത്തലിൽ ചെലവിൻ്റെ 62% കാലിത്തീറ്റയ്ക്കാണ്. ഗുണമേന്മയുള്ള കാലിത്തീറ്റ വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ 30% മുതൽ 40% വരെ ചിലവ് കുറയ്ക്കാം. കാർഷിക സർവകലാശാലയിൽ നിന്നും അടുത്തിടെ പുറത്തിറക്കിയ പുതിയ ഇനം ഗിനിപ്പുൽ വർഗത്തിൻ്റെ പേര്? KAU സുബർണ. നേരത്തെ പുറത്തിറക്കിയിട്ടുള്ള ഇനങ്ങളായ ഹരിത, മരതകം, ഹരിതശ്രീ എന്നിവയെക്കാളും മുന്തിയ ഇനം ആണ് സുബർണ. കണ്ടൽക്കാടുകൾ നട്ടുവളർത്തി സംരക്ഷിച്ച് പൊതുപ്രവർത്തകനായി പ്രശസ്തി ആർജിച്ച ആളാണ് കല്ലേൽ പോക്കുടൻ. ഇദ്ദേഹത്തിൻ്റെ ജന്മനാട് എവിടെ? ഇദ്ദേഹം എഴുതിയ ആത്മകഥയുടെ പേര് എന്ത്? കണ്ണൂർ ജില്ലയിൽ ഏഴോത്താണ് ഇദ്ദേഹം ജനിച്ചത്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. മിന്നസോട്ടയിലെ മീനുകളുടെ വയസ്സ് കണക്കാക്കുന്ന രീതി പഠിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര്? മിന്നസോട്ടയിലെ കിൻബ്രയം അലക്ലാക്മാൻ എന്ന ഗവേഷകനാണ് കണ്ടെത്തിയത്. പരിസ്ഥിതി സൗഹൃദ ബാറ്ററികളുടെ രംഗത്ത് മിന്നും താരമായി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ബാറ്ററികളെ പറയുന്ന പേര്? സോഡിയം അയോൺ ബാറ്ററി. നായ്ക്കൾക്ക് നൽകിക്കൂടാത്ത പ്രധാന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ചോക്ലേറ്റ് നൽകാൻ പാടില്ല. ഇതിലടങ്ങിയിട്ടുള്ള തിയോബ്രോമിൻ എന്ന രാസവസ്തു നായ്ക്കളുടെ മരണത്തിന് കാരണമായേക്കാം. പാൽ കലർന്ന ഭക്ഷണങ്ങളും നൽകരുത്. പാലിലടങ്ങിയ ലാക്ടോസ് എന്ന ഘടകത്തെ ദഹിപ്പിക്കാനുള്ള എൻസൈം നായ്ക്കളുടെ ശരീരത്തിലില്ല. എന്നാൽ തൈര് ദഹിക്കും. വെളുത്തുള്ളി, ഉള്ളി, മുന്തിരി, മദ്യം, കോഫി, വിവിധതരം കോളകൾ, പായസം, ഐസ്ക്രീം തുടങ്ങിയവ നായ്ക്കൾക്ക് നല്ലതല്ല. ഉപ്പും വർജ്യം തന്നെ. ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സ് എന്നാലെന്ത്? കരയിലൂടെ സാവധാനം ഒഴുകി നീങ്ങുന്ന കനത്ത ഹിമപാളികളാണ് ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സ്. തെങ്ങിന് പുതിയ ഭീഷണി ഉയർത്തുന്ന കീടം ഏത്? തെങ്ങിൻ്റെ ഒരു അപ്രധാന കീടമായിരുന്ന വെള്ളീച്ച കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ തെങ്ങ് കൃഷിക്ക് പുതിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. കീടത്തിൻ്റെ ആക്രമണം ഓലകളിലെ ഹരിതകം നഷ്ടമാക്കി തെങ്ങിനെ ക്ഷീണിപ്പിക്കുന്നു. ക്ഷീരമേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ച് കർഷകക്ഷേമ പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ
മിൽമ ഏത് സഹകരണ ബാങ്കുമായിട്ടാണ് കൈകോർക്കുന്നത്? കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, കേരള ബാങ്ക്. ക്ഷീര കർഷകർക്കുള്ള വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ പാൽ ഉൽപ്പാദനത്തിലും വിപണനത്തിലും മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന് മിൽമ പ്രതീക്ഷിക്കുന്നു. മണ്ണിലെ വിഷാംശങ്ങൾ ഭക്ഷണമാക്കുന്ന, ജീവിക്കാൻ വിഷം തിന്നുന്ന ബാക്ടീരിയയുടെ പേര്? സ്യൂഡോമോണസ്. അഡിനെ, ലാക്ടോബാക്ടർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ചില ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ മണ്ണിലെ വിഷാംശം ഭക്ഷിക്കണം. ജപ്പാനിൽ ട്യൂണയുടെ പച്ചമാംസം ഉപയോഗിക്കുന്ന ജനപ്രിയ വിഭവം ഏത്? ട്യൂണയുടെ പച്ചമാംസം ഉപയോഗിക്കുന്ന സൂഷി എന്ന വിഭാഗത്തിന് ജപ്പാനിൽ വലിയ പ്രിയമാണ്. ഇത്തവണത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ മൂകാഭിനയത്തിൽ മത്സരിക്കാനെത്തിയ എറണാകുളം സെയിൻറ്റ് തെരേസാസ് ടീം കൂടെ കൂട്ടിയ സിൽക്ക് കോഴിയുടെ പേര്? മുത്തുമണി എന്ന പേരുള്ള സിൽക്കി കോഴി. ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടതും ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിലും എത്തപ്പെട്ട HMV വൈറസ് പനി എവിടെയാണ് ആദ്യമായി കണ്ടെത്തിയത്? പാരാമിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഈ വൈറസിനെ 2001 നെതർലാൻഡ്സിലാണ് ആദ്യമായി കണ്ടെത്തിയത്. പാവലിലെ പുതിയ ഹൈബ്രിഡുകൾ ഏതൊക്കെയാണ്? കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച പ്രിയയും പ്രീതിയും കർഷകർക്ക് പ്രിയപ്പെട്ട ഇനങ്ങളാണ്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്തിടെ വികസിപ്പിച്ച പ്രഗതിയും പ്രജനിയും അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവലുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എന്തുതന്നെ ആയാലും കമൻറ്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.